ഓരോരുത്തരുടെ ലൈഫും ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ബെറ്റർ വെർഷനിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ. ഹായ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കംഫോർട്ട് സോണിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വലിയ ഇൻട്രൊഡക്ഷൻ ഒന്നും ഇല്ലാതെ നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. ഇതിനകത്ത് എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ ലൈഫിൽ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് എക്സ്പീരിയൻസുകളും അല്ലെങ്കിൽ ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുടെ ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, ഒരു കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് ഓണറിന് അയാളുടെ ഒരു ഒരു ടേൺ ഓവർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എംപ്ലോയിയുടെ സാലറി ആയിരിക്കാം, ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു രാവിലെ എഴുന്നേൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളിൻ്റെ രാവിലെ എഴുന്നേൽക്കുന്ന സമയമായിരിക്കാം. ഇപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കണം എന്ന് ടാർഗറ്റ് വെച്ചേക്കുന്ന ഒരാളിന് 4 മണിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അത് കുറച്ച് ബാക്കിലേക്ക് വരുന്നു. ഒരു പ്രോഗ്രസീവായിട്ട് ചെയ്യുന്നതിൽ തെറ്റില്ല. ഇപ്പോൾ 4 മണിക്ക് എഴുന്നേൽക്കുന്ന ഞാൻ 7 മണിക്കാണ് ഞാൻ എഴുന്നേറ്റുകൊണ്ടിരുന്നത്. ഇന്ന് ഞാൻ 6 മണിക്ക് എഴുന്നേറ്റു എന്ന് പറയുന്നത് ഒരു പ്രോഗ്രസീവായിട്ടുള്ള കാര്യമാണ്. അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തു ചാടി അയാൾ 4 മണിക്ക് എഴുന്നേൽക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ ഈ പ്രോഗ്രഷൻ നമുക്ക് അനലൈസ് ചെയ്യാനും പറ്റണം. അപ്പോൾ ഇവിടെ കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ഏതെങ്കിലും ഒരു ടാർഗറ്റിലോ നമ്മുടെ ഒരു ലിമിറ്റേഷനിൽ നമ്മൾ പെട്ടുപോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് കംഫോർട്ട് സോണായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ കംഫോർട്ട് സോണായിട്ട് കരുതാം. അപ്പോൾ ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു ഇൻകം സ്ട്രീം മാത്രമുള്ള ഒരാളിന് പുതിയൊരു ഇൻകം സ്ട്രീം തുടങ്ങണം, പുതിയൊരു ജോലി, അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ഒരാളിനൊരു ജോലി നേടണം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് ആക്ഷൻസാണ് നമ്മുടെ ഈ ഒരു കംഫോർട്ട് സോണിലായിട്ട് നിർത്തുന്നത്. അപ്പോൾ ഇതിനായിട്ടുള്ളൊരു അവയർനെസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു കംഫോർട്ട് സോണിനെ ബ്രേക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ബ്രേക്ക് ചെയ്യാനായിട്ട് പോകും. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈമിനൊക്കെ ഞാനും വിചാരിച്ചു വെച്ചിരുന്നത് കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അതായത് നമുക്ക് കംഫോർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം, അവിടെ നിന്ന് നമ്മൾ പുറത്ത് പോകും. ഇതൊരു മാനസികമായിട്ടുള്ളൊരു അവസ്ഥയാണ്. നമ്മുടെ മൈൻഡിനെ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുമുള്ള ആൾക്കാർ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു വാല്യൂ ആണ്. നീ ജോലിക്ക് പോയാൽ മതി, അല്ലെങ്കിൽ നിന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ നിനക്കിത് ചെയ്യാനായിട്ടുള്ള കഴിവില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് ചെയ്യുമ്പോൾ നമ്മൾ വേറൊരു സ്റ്റേറ്റിലേക്ക് മാറും, അല്ലെങ്കിൽ വേറൊരു സ്റ്റേജിലേക്ക് മാറും. എന്നെക്കൊണ്ട് ഇത് പറ്റില്ല, അല്ലെങ്കിൽ അവർ പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ ഉള്ളൊരു തീരുമാനമെടുത്ത് നമ്മൾ തന്നെ സപ്രസ് ചെയ്ത് നമ്മളെ സെൽഫായിട്ട് സപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. അതുപോലുള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ വേറൊന്നുമില്ല. വെളിയിലുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അയാളെ നമ്മൾ റീപ്ലേസ് ചെയ്താൽ മാത്രം മതി, അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള അറ്റാച്ച്മെൻ്റ് ഒന്ന് കുറച്ചാൽ മാത്രം മതി. പക്ഷെ നമ്മളെ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളതല്ലാതെ വേറൊരു വഴിയും ഇതിനകത്തില്ല. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളെ സപ്രസ് ചെയ്താണ് നമ്മൾ ഇരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് ബ്രെയിൻ നമ്മളോട് ചെയ്യുന്നതാണ്. ബ്രെയിൻ എപ്പോഴും ഒരു സേഫ് സോണിലിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ റിസ്ക് ഒന്നും എടുക്കാതെ, അല്ലെങ്കിൽ കുറച്ചുകൂടി സ്ട്രെസ് ഇല്ലാതെയും ഭയമില്ലാതെയും എല്ലാം പ്രവചിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലോട്ടൊക്കെ ഇരിക്കാനാണ് ബ്രെയിൻ കൂടുതലും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെ കൂടുതലും ഒരു സേഫ് ഫീലിംഗ് തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഒരുപാട് മാനസികവും ശാരീരികവുമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അനുഭവിക്കാൻ വരുന്നത്. അപ്പോൾ ഒരു വെയിറ്റ് ലോസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാളൊരു ഡയറ്റ് മാറ്റുമ്പോൾ തന്നെ ബോഡി പണി കൊടുത്ത് തുടങ്ങും. അപ്പോൾ ആ ടൈമിൽ നമ്മൾ ചിന്തിക്കും, ശരി ഇത് പറ്റില്ല, എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഇത് എന്തോ വലിയൊരു സംഭവമാണ് എന്നുള്ളൊരു തിങ്കിങ് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുകയും അത് പെട്ടെന്ന് ഡ്രോപ്പ് ചെയ്യാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് കംഫോർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ഗ്രോത്ത് ഇല്ലാത്തൊരവസ്ഥ, നിലവിലുള്ള കാര്യങ്ങളെ കൊണ്ട് നമ്മൾ സപ്രസ് ചെയ്തിരിക്കുന്നൊരു അവസ്ഥയാണ് കംഫോർട്ട് സോൺ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഈ കംഫോർട്ട് സോൺ ഒരു സുഖകരമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിനെ കംഫോർട്ട് സോൺ എന്ന് വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബ്രെയിൻ പുതിയ കാര്യങ്ങൾ, പ്രത്യേകിച്ച് റിസ്ക് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മടി പിടിപ്പിക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളെ കുറച്ചുകൂടെ സുഖമുള്ള രീതിയിലേക്ക് മാറ്റി, അല്ലെങ്കിൽ ആ ഒരു ചിന്തയെ ആ ഒരു രീതിയിലേക്ക് മാറ്റാനായിട്ട് തോന്നും. അപ്പോൾ നമുക്കിതിന് ലോങ് ടേം റിസൾട്ടുള്ളൊരു കാര്യമായിരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ലോങ് ടേം റിസൾട്ട് വരുന്ന, അല്ലെങ്കിൽ ലോങ് ടേം ആക്ഷൻ എടുക്കേണ്ട ഒരു ഗോളായിരിക്കും നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഉദാഹരണം, ഒരു ബിസിനസ് ബിൽഡ് ചെയ്യണം, അല്ലെങ്കിൽ വെയിറ്റ് കുറയ്ക്കണം. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അതിന് കുറച്ച് സ്റ്റെപ്സ് നമ്മൾ എടുത്ത്, അല്ലെങ്കിൽ കണ്ടിന്യൂസ് എഫേർട്ട് നമ്മൾ എടുക്കേണ്ടതുണ്ട്. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതിനേക്കാളും ഈസി ആയിട്ടുള്ള കാര്യമാണ് യൂട്യൂബിൽ കയറിയിട്ട്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് നമ്മൾ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത വീഡിയോസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ബ്രെയിനൊരു ഫീല് കിട്ടുന്നു,
നമ്മളിത് ചെയ്യുന്നു. പക്ഷേ നമ്മുടെ എക്സ്റ്റേണൽ വേൾഡിൽ അങ്ങനെ ഒന്നും നടക്കുന്നില്ല. ഒരു യാത്ര പോകുന്ന വീഡിയോ നമ്മൾ കാണുമ്പോൾ, അല്ലെങ്കിൽ മോട്ടിവേഷൻ ഒരു വീഡിയോ നമ്മൾ കാണുമ്പോൾ നമ്മുടെ ബ്രെയിനിന് ആ ഒരു ഫീല് കിട്ടുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡോപ്പമൈൻ ഫീല് കിട്ടുകയാണ്. ശരിക്കും റിയാലിറ്റിയിൽ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പോൾ ഹെൽത്തുമായിട്ട് റിലേറ്റ് ചെയ്തൊരു വീഡിയോ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുകയാണ്. നമ്മളത് വെച്ചിട്ട് ആ ഒരു പേപ്പറും പേനയും എടുത്തിട്ട് ആ പോഡ്കാസ്റ്റിൽ പറയുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്തിട്ട് നമ്മളത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അവിടെ ഒരു പ്രോഗ്രസ് അവിടെ ഉണ്ടാവുകയാണ്. ഇത് ഇന്നൊരു പോഡ്കാസ്റ്റ് കണ്ടു, വീണ്ടും യൂട്യൂബ് അൽഗോരിതം നിങ്ങൾക്ക് അടുത്തൊരു പോഡ്കാസ്റ്റ് കൊണ്ടുത്തരും, അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ കൊണ്ടുത്തരും. ഇത് കണ്ട് ബ്രെയിൻ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എക്സ്റ്റേണൽ റിയാലിറ്റിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്ന വീഡിയോസ്, അല്ലെങ്കിൽ നല്ല ഡയറ്റ് ചെയ്ത് ഒരാൾ നല്ല റിസൾട്ടിൽ എത്തുന്ന വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ, ഞാനൊരു നല്ല വീഡിയോ കണ്ടു, അല്ലെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഫീലിംഗ് മാത്രം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. എക്സ്റ്റേണൽ വേൾഡിൽ നമ്മൾ വീണ്ടും മോശമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ അധികം മോട്ടിവേഷനെ പ്രോത്സാഹിപ്പിക്കാത്തത്. മോട്ടിവേഷൻ നമുക്ക് ആവശ്യമാണ്, ഒരു ഊർജ്ജം എന്നുള്ള രീതിയിൽ ആവശ്യമാണ്. പക്ഷെ അതിനെ മാത്രം റിലേ ചെയ്തുകൊണ്ട് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ജിമ്മിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രോട്ടീൻ സോഴ്സായിട്ട് പ്രോട്ടീൻ പൗഡറിനെ ഫസ്റ്റ് സോഴ്സായി കാണാതെ നമ്മൾ ഡയറ്റിൽ നിന്ന് പ്രോട്ടീൻ സോഴ്സ് എടുത്തിട്ട് പിന്നെ ഒരു സപ്ലിമെൻ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ പൗഡർ കൊടുക്കാമെന്ന് പറഞ്ഞ പോലെ മോട്ടിവേഷനെ നമുക്കൊരു ഡൗൺ സ്റ്റേജ്, ഒരു ലിമിറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എത്തുമ്പോൾ നമുക്ക് അതിനെ ഒന്ന് ഹൈ ആക്കി കൊണ്ടുവരാൻ വേണ്ടി മോട്ടിവേഷൻസ് ഉപയോഗിക്കും. പക്ഷെ മോട്ടിവേഷനെ മാത്രം റിലേ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒരു കംഫർട്ട് സോണാണ് അവർ ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ കംഫർട്ട് സോണിന് ഒരുപാട് ഹിഡൻ കോസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ 1 മണിക്കൂർ റീൽസ് കണ്ട് ഒരു ദിവസം കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കോമ്പൗണ്ടിങ് എഫക്റ്റ് ഒരു വർഷത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് പറ്റില്ല. കാരണം ഇപ്പോൾ 1 മണിക്കൂറല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പിന്നീട് അതൊരു ലോങ് ടേമിൽ വലിയൊരു റിഗ്രറ്റ് നമുക്ക് കൊണ്ടുതരുന്ന ഒരു ഫീലായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ സ്റ്റാർട്ട് ചെയ്ത 2 വ്യക്തികളുണ്ട്. അപ്പോൾ നമ്മുടെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ പുതിയൊരു സ്കില്ല് പഠിക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, അല്ലെങ്കിൽ എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് അയാളുടെ ബോഡിയിൽ ഒരു മാറ്റം വരുന്നു, അല്ലെങ്കിൽ അയാളുടെ ബോഡിയിൽ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് നല്ലൊരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്തെടുക്കുന്നു, അല്ലെങ്കിൽ അയാൾക്കൊരു ജോലി കിട്ടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അത്യാവശ്യം സബ്സ്ക്രൈബേഴ്സ് കിട്ടുന്നു. ഇതെല്ലാം നമ്മളിപ്പോൾ ഇന്ന് ചെയ്തില്ല, അല്ലെങ്കിൽ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെച്ച് അല്ലെങ്കിൽ ഇതെനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് മാറ്റിവെച്ച പല കാര്യങ്ങളുടെയും ഒരു ലോങ് ടേം റിസൾട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിഗ്രറ്റ് അടിച്ച് ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ കംഫർട്ട് സോണിന് നമ്മൾ ഹിഡൻ കോസ്റ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന, അതായത് നമ്മുടെ ഒരുപാട് കാര്യങ്ങളെ ചെറിയ രീതിയിൽ എടുത്തുകൊണ്ട് അതൊരു വലിയ നഷ്ടത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കംഫർട്ട് സോണ്, അതിൽ നിന്ന് ഗ്രോത്ത് സോണിലേക്ക് നമ്മൾ പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ പ്രോസസ്സ് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഉള്ളതെന്നുള്ളതൊരു എക്സ്പ്ലനേഷൻ ആയിട്ടാണ് ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ കംഫർട്ട് സോണിൽ ഇരിക്കുമ്പോൾ ഒരു സേഫ് ഫീലിംഗ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. എല്ലാം ഓക്കെ ആണ്, പ്രോഗ്രസീവ് ആവണോ, റിസ്ക് ആണ്, വേണ്ട എന്നും പറഞ്ഞ് വീണ്ടും പഴയതുപോലെ വരും. അപ്പോൾ അടുത്ത സോണിലേക്ക് നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് മാറാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്തണം എന്ന് പറഞ്ഞ് പുതിയൊരു കാര്യത്തിലേക്ക് ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്കവിടെ ഫസ്റ്റ് ഫീൽ ചെയ്യുന്നൊരു കാര്യം ഫിയറാണ്. ഈ ഫിയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ പേടിച്ച് വിറയ്ക്കുന്നു എന്നല്ല ഉദ്ദേശിക്കുന്നത്. പല കാര്യങ്ങൾ കൊണ്ടും നമ്മൾ ഫിയറാവും. കാരണം നമ്മളിത് ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ആൾക്കാരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എന്നെക്കൊണ്ടിത് പറ്റുമോ, ഇതൊക്കെയുള്ള സെൽഫ് ഡൗട്ടുകൾ ഒരുപാട് വരും. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, എന്ത് കാര്യം നമ്മൾ ചെയ്യുമ്പോഴാണ് അത് നമുക്ക് പറ്റും, അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ ഒരു റിലാക്സ് ചെയ്ത ഫീലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റിനൊക്കെ പോകുമ്പോൾ അറിയാം, നമ്മളിപ്പോൾ ആദ്യം അവിടെ ചെല്ലുമ്പോൾ പലരും പറഞ്ഞു പല രീതിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നത്. നമ്മൾ റിയലായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരുപക്ഷെ അത്രയും ടഫ്നെസ് അവിടെ തോന്നണമെന്നില്ല. അങ്ങനെ പറഞ്ഞവർ ചിലപ്പോൾ 3-4 തവണയും പോയിട്ട് ഫെയിലായി വരുന്നവർ കാണാം. ഇതൊന്നും ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെയും പോകുന്ന ആൾക്കാർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ കംഫർട്ട് സോൺ കഴിഞ്ഞു, അടുത്ത് നമ്മൾ ഫിയർ സോണും ബ്രേക്ക് ചെയ്ത് പോകുന്നത് ലേണിംഗ് സോണിലേക്കാണ്. ഓക്കെ, അപ്പോൾ ഈ ലേണിംഗ് സോൺ എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നു, ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് ഫെയിലിയേഴ്സും ഉണ്ടാവും, സക്സസ്സും ഉണ്ടാവും. ഫെയിലിയേഴ്സ് ഉണ്ടാവില്ല എന്നൊന്നും നമുക്ക് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്,
കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ അത് ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കുന്ന ഒരു ഫീൽ ആയതുകൊണ്ടാണ് പലരും വേണ്ടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ കംഫോർട്ട് സോണിൽ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ഈ റിസ്ക് എടുക്കുമ്പോൾ ഫെയിലിയേഴ്സിൽ നിന്നും നമുക്ക് പുതിയ പാഠം പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഒരു മിസ്റ്റേക്ക് നമുക്ക് റിപ്പീറ്റായിട്ട് മേക്ക് ചെയ്യാതെ മുന്നിലേക്ക് പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് ബിൽഡ് ചെയ്തെടുക്കണം. ഓക്കെ, സക്സസ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു ലെവലിലേക്ക് പോകും, അല്ലെങ്കിൽ ഓക്കെയാണ്. ആരും ഇപ്പം നിലവിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാം സക്സസ് ആക്കിയ ആൾക്കാർ കാണണമെന്നില്ല. പലരും ഇപ്പം നമ്മളെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ തന്നെ പല ഇപ്പോഴത്തെ വലിയ വലിയ ആൾക്കാരും അല്ലെങ്കിൽ സക്സസ്ഫുള്ളായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെയും ഫസ്റ്റ് പ്രോജക്റ്റോ ഫസ്റ്റ് പ്രോഡക്റ്റോ ഫസ്റ്റ് ബിസിനസ്സോ അവരാദ്യം ചെയ്തതാവണമെന്നില്ല. അവർ ഹിഡൻ ആയിട്ടെങ്കിലും ഒരു ട്രയൽ വെർഷൻ എന്തെങ്കിലും ചെയ്ത് സക്സസ്സോ ഫെയിലിയേഴ്സോ ആക്കിയിട്ടായിരിക്കും അവരുടെ മെയിൻ ഇതിലേക്ക് വരുന്നത്. അപ്പോൾ അവരെല്ലാം ഈ ഒരു കംഫോർട്ട് സോണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അല്ലെങ്കിൽ കംഫോർട്ട് സോണിൽ നിന്ന് നേരെ അടുത്ത് ഗ്രോത്ത് സോണിലേക്ക് ആരും പോകുന്നില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നത്. ഓക്കെ, ഇനിയിപ്പം നമ്മൾ ഗ്രോത്ത് സോണിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം നമ്മളിപ്പോൾ പുതിയൊരു സ്കില്ല് പഠിച്ചു, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്തു. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഗ്രോത്ത് സോണിലേക്ക് എത്തി. ഓക്കെ, ഇനി എന്ത് എന്ന് പലരും ചിന്തിക്കും. പക്ഷെ നമ്മൾ ആ ഒരു ടാർഗറ്റ് വെച്ചിരുന്ന ആ ഒരു ഗോൾ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, പിന്നെ പലരുടെയും ഒരു തെറ്റിദ്ധാരണ എന്ന് പറയുമ്പോൾ കംഫോർട്ട് സോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരൊറ്റ കാര്യം ഒറ്റ പ്രോസസ്സ് ചെയ്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്ന ഒരു ആളിന് അയാളുടെ കംഫോർട്ട് സോണ് ചിലപ്പോൾ ജോലി ഇല്ലാതിരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഒരു ജോലി കിട്ടുന്നു. ഇപ്പം തുടക്കത്തിൽ നമ്മൾ ചെറിയൊരു ജോലി ആയാലും മതി എന്ന് പറയും. ആ ഒരു ജോലി കൊണ്ട് അയാൾ തൃപ്തിപ്പെടണമെന്നോ അല്ലെങ്കിൽ ആ ഒരു ജോലി അയാൾക്ക് ലൈഫിലെല്ലാം കിട്ടണമെന്നോ ഇല്ല. അയാൾ നെക്സ്റ്റ് ശ്രമിക്കേണ്ടത് അപ്പോൾ ഈ നിലവിൽ കിട്ടുന്ന ജോലി അയാളുടെ കംഫോർട്ട് സോൺ ആയി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രവർത്തിക്കാനായിട്ട് ശ്രമിക്കണം. ഒരിക്കലും ഞാനിപ്പോൾ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്തു അല്ലെങ്കിൽ കംഫോർട്ട് സോൺ ബ്രേക്ക് ചെയ്ത് ഗ്രോത്ത് സോണിലെത്തി എന്ന് വെച്ചിട്ട് ഇനി ഇത് മതി എന്ന് പറഞ്ഞിരിക്കുന്നത് അടുത്തൊരു കംഫോർട്ട് സോണാണ്, അല്ലെങ്കിൽ അടുത്തൊരു ലെവൽ കംഫോർട്ട് സോണായിട്ട് മാറും. അപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുക, ലൈഫ് ലോങ് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് കംഫോർട്ട് സോണിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ കംഫോർട്ട് സോണ് എന്ന് പറയുന്നത് കുറച്ച് നാൾ ചെയ്ത് ഒരു 5 ദിവസം ചെയ്തിട്ട് അല്ലെങ്കിൽ 30 ദിവസം ചെയ്ത് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് അച്ചീവ് ചെയ്തു, ഇനിയിപ്പം വേറെ പ്രോഗ്രസ് ഇല്ല എന്നല്ല. നിങ്ങളെപ്പോഴും നിങ്ങളെ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, പഠിക്കാനായിട്ടുള്ള സമയം കണ്ടെത്തുക, പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു ഗ്രോത്ത് സോണിൽ അല്ലെങ്കിൽ ഗ്രോത്ത് സോണിലേക്ക് പോകുന്നൊരു ജേണിയിലായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി എനിക്കൊരു ഫൈനൽ കൺക്ലൂഷനായിട്ട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫിനെ എപ്പോഴും ഒരു വാറായിട്ടോ അല്ലെങ്കിൽ ഒരു ഹാർഡായിട്ടുള്ള രീതിയിലോ കാണരുത്. ഒരിക്കലും ഒരു കമ്പാരിസൺ എന്നുള്ള രീതിയിൽ ഒരിക്കലും നിങ്ങൾ കംഫോർട്ട് സോണിനെയോ ലൈഫിനെയോ ഒന്നും കാണരുത്. കാരണം ഓരോരുത്തരുടെ ലൈഫും ഓരോ രീതിയിലാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളുടെ ബെറ്റർ വെർഷനിലേക്ക് നിങ്ങൾ മാറുക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ. അല്ലാതെ മറ്റൊരാളെ നോക്കി ഇപ്പം നിങ്ങൾ വീട് ഇല്ലാത്തൊരാളിനെ സംബന്ധിച്ചിടത്തോളം ഒരു വാടക വീട് ഉണ്ട് എന്ന് പറയുന്നത് അയാൾക്കൊരു ആശ്വാസമായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വാടക വീട് ചിന്തിച്ചിട്ട് അയാൾ പ്ലാൻ ചെയ്യുന്നത് എന്താണ്, എനിക്ക് സ്വന്തമായിട്ടൊരു വീട് വെക്കണം എന്നുള്ളത്. വീട് വെക്കുന്ന ഒരാളിന് ചിന്തിക്കുന്നത് എനിക്ക് ഈ വീടിനേക്കാളും കുറച്ചുകൂടെ സൗകര്യമുള്ളൊരു ഫ്ലാറ്റിലേക്ക് മാറണം, ഒരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറണം എന്നുള്ളതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ലൈഫിൽ ഓരോ ലെവലിൽ നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും. ഒരിക്കലും നമ്മൾ ഒരു കമ്പാരിസൺ മോഡിലേക്ക് പോകാതിരിക്കുക. കമ്പാരിസൺ എന്ന് പറയുന്നത് പലരെയും കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഹാപ്പിനെസ് അവിടെ ഡിസ്ട്രോയ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രം ലൈഫിനെ അപ്രോച്ച് ചെയ്യുക, അല്ലെങ്കിൽ കംഫോർട്ട് സോണ് ബ്രേക്ക് ചെയ്യുമ്പോഴും നിങ്ങൾ ഈ ഒരു രീതിയിൽ മാത്രം അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇല്ല ഇതൊരു മത്സരമായിട്ട് കണ്ടുകൊണ്ടും അല്ലെങ്കിൽ ലൈഫ് നമ്മളോട് ഒരു ഹാർഡ് അപ്രോച്ച് എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വലിയ പ്രോഗ്രസ് ഒന്നും ഇല്ലാതെ പലരിലും ഞാൻ കണ്ടിട്ടുള്ളതാണ്. പെട്ടെന്നൊരു ദിവസം നമ്മളെല്ലാം ബ്രേക്ക് ചെയ്ത് വലിയൊരു റിസൾട്ടിലേക്ക് പോകണം എന്നുള്ള രീതിയിൽ നമ്മളൊരു ബാലൻസിങ്ങിൽ ലൈഫിനെ കണ്ടുകൊണ്ട് മുന്നിലേക്ക് പോകാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും എൻ്റെ ഒരു മെസ്സേജ്.